ലാരൻജീനി കൊല്ലപ്പെട്ടു, മറ്റൊരു സൈനിക മേധാവിയും കൊല്ലപ്പെട്ടു. ഓരോ വ്യക്തികളും കൊല്ലപ്പെടുമ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ നയങ്ങളോ നിലപാടുകളോ മാറില്ലെന്നും അവസാനം വരെ പോരാടുമെന്നുമാണ് അനുരാഗ്ചി പറയുന്നത്. നാളെ വിദേശകാര്യമന്ത്രിയും കൊല്ലപ്പെട്ടേക്കാം. അപ്പോൾ ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരും. ഇറാൻ്റെ പരമാധികാരം സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അവസാനത്തെ ഇറാനിയും ജീവിച്ചിരിക്കുന്നതുവരെ അതിനുവേണ്ടി പോരാടിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് IRGCയുടെ നേതൃത്വത്തിൽ 100 കേന്ദ്രങ്ങളിലേക്കാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ കനത്ത ആക്രമണം നടത്തിയത്. ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ സഹിതം അൽ ജസീറ TV ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. ലാരൻജീനിയെ കൊലപ്പെടുത്തിയ വാർത്ത കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേലി IDF പുറത്തുവിട്ടത്. അതിൻ്റെ കാരണങ്ങളും ചാരപ്രവൃത്തി ചെയ്ത മുസദിൻ്റെ ചാരൻ്റെ ചിത്രവുമൊക്കെ സാമൂഹ്യ മാധ്യമത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ആ ജാഥ തുറസായ പ്രദേശത്തു കൂടി നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഈ ഏജൻറ് ഉണ്ടായിരുന്നു എന്നാണ് ആ ചിത്രങ്ങൾ മാർക്ക് ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾ പറയുന്നത്. എന്ന് വെച്ചാൽ അത്രമേൽ ചാരപ്രവർത്തനം മൊസദ് ഇറാനിൽ കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ദിവസം IRGSകാർ തെക്കൻ ഇറാഖിൽ ഇതുപോലെ വിവരങ്ങൾ ശേഖരിക്കുന്ന കുറച്ച് ജൂസായ അമേരിക്കൻ സിറ്റിസൻസിനെ മൊസദിൻ്റെ ഏജൻറ്റുമാരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ഓരോ കൃത്യമായ കൊലപാതകങ്ങളും നടക്കുന്നത് ഈ ചാരപ്രവൃത്തിയിലൂടെയാണ്, അല്ലാതെ ആയുധത്തിൻ്റെയോ മറ്റുള്ള ഷാർപ്പ്നെസ്സോ ഒന്നും കൊണ്ടല്ല. എന്നാൽ മറിച്ച് ആക്രമിച്ച് 100ഓളം കേന്ദ്രങ്ങളിലേക്കാണ് IRGC തിരിച്ചടിച്ചത്. ഇസ്രായേലിൻ്റെ ഒരു ഇതിനും വിധേയമല്ലെന്നും അവരുടെ ആ പ്രവൃത്തികൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകുമെന്നും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ ടെല്ലവീവിൻ്റെ അന്തർഭാഗങ്ങളിലേക്ക് 100ഓളം മിസൈലുകൾ ഒരേ സമയത്ത് തന്നെ ആക്രമിച്ച് IRGC തിരിച്ചടിച്ചത്. ലാരൻജീനിയുടെ നഷ്ടത്തെ സംബന്ധിച്ച് അനുരാഗ്ചി പറഞ്ഞത്, ഈ പറയുന്ന ആളുകൾ എല്ലാവരും യുദ്ധഭൂമിയിൽ ജീവൻ നഷ്ടപ്പെട്ടേക്കാമെന്നും ഓരോരുത്തരും നഷ്ടപ്പെടുമ്പോൾ അതിന് പകരം പോരാടാൻ ബാക്കി 100 പേർ അണികളിലായി തയ്യാറായി നിൽപ്പുണ്ടെന്നും പോരാട്ടത്തിൻ്റെ അന്തിമമായ വിജയം നിർവഹിക്കുന്നത് സ്ട്രക്ചറലാണെന്നുമാണ്. ചിലരൊക്കെയും ലാരൻജീനി മരിച്ചപ്പോൾ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന കുറച്ച് നികൃഷ്ടരെയൊക്കെ കണ്ടു. അമേരിക്കൻ പ്രസിഡന്റ് എത്ര പേർ മാറിയിട്ടും യുദ്ധക്കൊതി മാറാത്ത സാമ്രാജ്യത്വം നിലനിൽക്കുന്നത് അതിൻ്റെ ആ വംശത്തിൻ്റെ അധികാരഗർവിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെയാണ് എല്ലാ രാജ്യങ്ങൾക്കും. ഓരോ ആളുകൾ മരിക്കുന്നത് കൊണ്ട് ഒന്നും നഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, അതിന് പകരക്കാർ ആ രക്തസാക്ഷിത്വത്തിന് പ്രതികാരമെന്നോണം അതിനേക്കാൾ കരുത്തോടെ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്നും ലഭിക്കുന്ന വാർത്തകളിലൂടെ കാണുന്നത്.